ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു സാധാരണ ഈവനിങ് റൂട്ടീനാണ് കേട്ടോ. 3 മണിയാകുമ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരും. അതിനുശേഷം ഞാനും ഇവളും കൂടി കുറച്ച് നേരം കിടന്നുറങ്ങും. ഒരു 4:45 5 മണിയാകുമ്പോൾ ഞാൻ മെല്ലെ അങ്ങ് പൊങ്ങും. ആദ്യത്തെ പണി ഇവനെ പഠിപ്പിക്കാൻ ഇരുത്തുക എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു ഹോംവർക്കുകളും പഠിക്കലൊക്കെ അവൻ ഒറ്റയ്ക്ക് ചെയ്തോളൂ കേട്ടോ. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മലയാളം. ഇവനെ പഠിക്കാൻ ഇരുത്തിയിട്ട് പിന്നീട് ഞാൻ എൻ്റെ കുളിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ ആയിട്ട് പോകട്ടോ. ഇന്നത്തെ ആദ്യത്തെ പണി തുണികളൊക്കെ എടുക്കുക എന്നുള്ളതായിരുന്നു. നല്ല വെയിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ന് കർട്ടനുകളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇവിടെ നല്ല വെയിലാണ്, നല്ല ചൂടുമുണ്ട്. ഇടയ്ക്കൊരു മഴയുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി പിന്നെ പതുക്കെ ഉള്ളിലോട്ട് കയറി. കുളിയൊക്കെ കഴിഞ്ഞ് മുടി തോർത്തുമ്പോഴാണ് കേട്ടോ ഈ മൈക്രോഫൈബർ ടവലിനെ കുറിച്ചൊന്ന് പറയാൻ തോന്നി. 300 രൂപ കൊടുത്താണ് ഞാൻ ഈ ടവല് നമ്മുടെ ലുലുമോളിൽ നിന്ന് വാങ്ങി. മുടി പൊട്ടില്ല, പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ചത്. പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ടവല് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. കുത്തി കുത്തി ചോദിച്ചാലാണ് ഇവിടെ ഒരാൾ സ്കൂളിലെ വിശേഷങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് കേട്ടോ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ രാത്രിക്കുള്ള ചപ്പാത്തിക്കുള്ളത് ഞാൻ ഓൾറെഡി നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലും ഇട്ട് വെച്ചു. പിന്നെ നമ്മുടെ അക്ഷയപാത്രം എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ 4 മണിക്ക് ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളൊന്നും കഴുകാതെയാണ് കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പണി ഈ പാത്രങ്ങളൊക്കെ കഴുകുക എന്നുള്ളതായിരുന്നു. പിന്നീട് നമ്മുടെ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇന്നൊരു എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. കുക്കറിൽ നമ്മൾ ടപ്പേന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. എല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് ഒറ്റ അടിയങ്ങ് അടിക്കുക. സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി ഉരുളൻകിഴങ്ങും ഒക്കെ കൂടി ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി അങ്ങ് തിരുമ്മി വെക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ലുലു മോളിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. അവിടെ ഫ്രഷ് ആയിട്ട് ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും കൊടുക്കും. നമ്മൾ എത്ര ഗ്രാം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പാക്ക് ചെയ്ത് തരും. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. ഒരു 2 ആഴ്ചയ്ക്കൊക്കെ സുഖമായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റിൽ മേടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ഒരു കുത്തുണ്ടാവും. ഇതൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ളതാണ്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങ് തിരുമ്മി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ ഒരടി അടുപ്പിക്കാറ്. വളരെ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസി ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇതിന് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലോ വറുത്തരച്ച തേങ്ങയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ ഒക്കെ ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പണി ഇതിനിങ്ങനെ ഉരുളകളാക്കി വെക്കുക എന്നുള്ളതാണ്. എന്നാൽ പിന്നെ വേഗം വേഗം പരത്തിയെടുക്കാമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ ഏട്ടൻ മോനെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ മത്സരമുണ്ട്. ഞാനൊക്കെ ഒരു 5ാം ക്ലാസ് തൊട്ടാണ് കേട്ടോ പെയിൻറ്റ്, അതായത് കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങിയത്. ഇവരിപ്പോൾ LKG തൊട്ടേ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. അപ്പോൾ 4ാം ക്ലാസ്സിലാണ് ഇവൻ പഠിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ മത്സരത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ അനുസരിച്ച് സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏട്ടൻ. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ ചപ്പാത്തി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. വട്ടത്തിലൊന്നും വരുന്നൊന്നും വരില്ല, ചിലപ്പോൾ ഇന്ത്യയുടെ മാപ്പൊക്കെ ആവും. ഇവിടെ ചേട്ടൻ്റെ മമ്മി നല്ല അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ മമ്മിയുടെ നിന്നാണ് കുറച്ചൊക്കെ ടിപ്പുകൾ പഠിച്ചത്. ഇതുപോലൊരു ഡബ്ബയിൽ പൊടി ഇട്ട് വെക്കാനൊക്കെ മമ്മി പറഞ്ഞതാണ്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോളും. നമുക്ക് പുറത്തേക്ക് പൊടി വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴും ഇവിടെ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. ഇവിടെ എന്ത് കണ്ടിട്ടാണോ ഇതിൽ നോക്കിയിരിക്കണമെന്ന് മനസ്സിലാവണില്ല. എന്നാലും ഭയങ്കര ശ്രദ്ധയോടെ ഇവളും ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതിലത്തെ ഓരോ ചിത്രങ്ങൾ വരയ്ക്കാനും അതിലത്തെ ഷേപ്പുകൾ എടുക്കാനും ഒക്കെ. അപ്പോൾ അതിൻ്റെ സേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റേതായ ഡയമെൻഷനൊക്കെ ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടറും മാത്സും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറില്ല. അപ്പോൾ ഈ വരകളൊക്കെ വരയ്ക്കണ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ പെയിൻറ്റ് പഠിച്ച സമയം ഓർമ്മ വന്നു കേട്ടോ. എനിക്ക് മരമൊക്കെ വരച്ചിട്ട് അതിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഓർത്തു പോയി കേട്ടോ ഈ സമയത്ത്. പിന്നെ ചപ്പാത്തി രാത്രി ഞാൻ കുളിച്ച ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ അത് ഏട്ടനെ ഏൽപ്പിക്കുകയാണ് പതിവ്. പിന്നെ ഐറ്റിക്കാരുടെ കാര്യം പറയണ്ടല്ലോ, കിച്ചണാണെന്നൊന്നുമില്ല, ലാപ്ടോപ്പ് എല്ലായിടത്തും കൊണ്ട് നടക്കും. അപ്പോൾ വേഗം വേഗം ചപ്പാത്തി ഉണ്ടാക്കലും അതുപോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അക്ഷയപാത്രം വീണ്ടും നിറഞ്ഞ് കവിയുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചത് കണ്ടിട്ട് ഒരാൾ അവിടെ ടാറ്റ പറയുകയും കോപ്രായം കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അടുക്കളയിൽ ഏപ്രിൻ യൂസ് ചെയ്യണത് ഒരു പതിവാണ് കേട്ടോ. പണ്ട് എപ്പോഴും എൻ്റെ ടീഷർട്ടിൽ ചളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏപ്രിൻ യൂസ് ചെയ്തതിന് ശേഷം അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ശീലമായി.
അപ്പോഴേക്കും എന്താ അടുത്ത കംപ്ലയിൻ്റ് എത്തി. ബുക്കിൻ്റെ ചട്ട പോന്നു എന്നുള്ളതായിരുന്നു കേട്ടോ ഇന്നത്തെ കംപ്ലയിൻറ്റ്. അടുത്തുള്ള കുട്ടി പിടിച്ച് വലിച്ചപ്പോൾ അതിൻ്റെ ബുക്കിൻ്റെ ചട്ട പോന്നത്രേ. എന്നാൽ പിന്നെ അത് പിന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ. പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി ഈവനിങ്ങിൽ വന്ന് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, പഠിക്കാനുള്ളതൊക്കെ പഠിപ്പിക്കണതിൻ്റെ കൂട്ടത്തിൽ എനിക്കിങ്ങനെ ബുക്ക് തുന്നി തരുമായിരുന്നു കേട്ടോ. അതെങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ, എന്നാലും എനിക്കത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാനും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഇവന് തുന്നിക്കൊടുക്കും കേട്ടോ. കാരണം സ്റ്റാപ്ലർ അടിച്ചാലൊന്നും ഇത് നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിടുമ്പോൾ നടുക്കിൽ കൈ വെച്ചേ എന്ന് പറച്ചിലുണ്ട്. അപ്പം ഞാൻ അതുപോലെ ഇവനോടും ഇപ്രാവശ്യം എടാ കൈയൊന്ന് വെച്ചേന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുമായിരുന്നു, ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നത്, ഇത് വെക്കാതെ അമ്മയ്ക്ക് കെട്ടിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ചാലാണ് അത് ടൈറ്റ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും കൂടി ഇരുത്തി അതങ്ങ് തുന്നി കൊടുത്തു കേട്ടോ. നിങ്ങളിങ്ങനെ ബുക്ക് തുന്നി കൊടുക്കാറുണ്ടോ പിള്ളേരുടെ? അല്ലെങ്കിൽ എന്താ ചെയ്യുക ഇങ്ങനെ ചട്ട പോരുമ്പോൾ? ഇപ്പോൾ ചില ബുക്കിനൊന്നും ഇങ്ങനെയല്ല കേട്ടോ, അതോടുകൂടി തന്നെ ബൈൻഡ് ചെയ്തിട്ടുള്ള ബുക്കുകളും ഉണ്ട്, ചില ബുക്കുകൾ ഇങ്ങനെയും ഉണ്ട്. അങ്ങനെ പഠിക്കലും ജോലി ചെയ്യലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേഗം തന്നെ ഈ നൂലൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുഞ്ഞ ഡബ്ബയിൽ കറുപ്പും വെളുപ്പും മാത്രമായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഏത് ആവശ്യത്തിനും ഈ ഒരു ഡബ്ബ എടുത്തുകൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ കുക്കർ തുറന്ന് നോക്കി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി കൂടി അങ്ങ് സ്റ്റൈലാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വറുത്ത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങയുണ്ട്. ഇത് മസാലയൊക്കെ ഇട്ട് വറുത്ത തേങ്ങയാണ്. ഇത് മമ്മി കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് നന്നായി അങ്ങ് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഓഫാക്കി ഇടാം. നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടോ. പിന്നെ ഒരു അലങ്കാരത്തിന് കുറച്ച് മല്ലിയിലൊക്കെ അതിൻ്റെ മീതങ്ങ് വെതറി കൊടുത്തു. ഇതുപോലെ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ മണം കേട്ടിട്ട് മോൻ അവിടെ പഠിക്കണേന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഡിന്നറിൻ്റെ സമയമായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിയട്ടെ എന്നും പറഞ്ഞ് അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. അപ്പോൾ നമ്മുടെ തുണി മടക്കലിൻ്റെ സമയമാണ് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു സമയമാണ് ഈ തുണി മടക്കൽ എന്നുള്ളത്. അപ്പം നമ്മുടെ ബിഗ് ബോസ് ആണ് ഇപ്പോഴത്തെ എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ട്. എനിക്ക് അനീഷും ഷാനവാസും ആണ് കേട്ടോ ഫേവറേറ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് ആരാന്ന് പറയണേ. അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സ് അതായത് വീട്ടിലിടുന്ന ഡ്രസ്സ് ഞാനിങ്ങനെ കൊട്ടയിലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. 2 എണ്ണം മോൻ്റെയും 2 എണ്ണം മോളുടെയും. അപ്പോൾ അവർക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് എടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. അതിനുശേഷം ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ മടക്കിയിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ചിക്കൻ കറിയിലേക്ക് തന്നെ പോയി നോക്കിയപ്പോൾ ഒരു പൊടിക്കൊരു കൂടുതൽ. അപ്പോൾ പിള്ളേർ തൊടുമില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം അങ്ങ് ഒഴിച്ചേക്കുന്ന്. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ചപ്പോൾ അതങ്ങ് റിച്ചായി നല്ല ടേസ്റ്റും ആയി കേട്ടോ. പിന്നെ അടുത്ത പണി എന്നുള്ളത് പിള്ളേർക്കുള്ള ഫുഡ് കൊടുക്കലാണ്. മോൻ ഒറ്റയ്ക്ക് കഴിച്ചോളും. മോള് എത്ര പറഞ്ഞാലും ഒറ്റയ്ക്ക് കഴിക്കൂല കേട്ടോ. അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ന് പെപ്പ പിഗ്ഗാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മോൻ ഇഷ്ടമുള്ളത്, അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അടിപിടിയാവും. അപ്പോൾ ഇന്ന് മോളുടെ ദിവസമാണ്. അപ്പോൾ പെപ്പ പിഗ്ഗാണ്. അപ്പോൾ മോൻ്റെ മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല. അവനിപ്പോൾ അതൊന്നും ഇഷ്ടമില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങളും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലാപ്ടോപ്പിൽ ഏതോ ഒരു പേട്ട സിനിമ ഇട്ടിട്ടുണ്ട്. ടി വി ഉണ്ടെന്നേ ഉള്ളൂ. ഇന്ന് വരെ നമുക്കത് കാണാനുള്ള ഭാഗ്യമില്ല എന്നാണ് തോന്നുന്നത്. നമ്മളെപ്പോഴും ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെയാണ് കേട്ടോ. പിള്ളേരുള്ള എല്ലാ വീട്ടിലും ഇത് തന്നെയാവും സ്ഥിതി എന്ന് തോന്നുന്നത്. എന്തോ ഒരു സിനിമ ഒന്നും മനസ്സിലായില്ല. നന്ദു ഉണ്ട്, പിന്നെ ആരൊക്കെയോ ഉണ്ട്. ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ച് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു കേട്ടോ. ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന നേരത്താണ് കേട്ടോ ഞങ്ങൾ സീരീസും അതുപോലെ തന്നെ സിനിമയൊക്കെ കാണുക. കുറച്ചേ കാണുള്ളൂ. പക്ഷേ ഇന്നത്തെ സിനിമ വളരെ മോശമായതുകൊണ്ട് ഫുഡടി വേഗം കഴിഞ്ഞ് എഴുന്നേറ്റു. പിള്ളേരെപ്പോഴും ഇവിടെ ടി വിയുടെ മുമ്പിൽ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി വന്ന 2 ചപ്പാത്തി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. നാളെ നമുക്ക് ചപ്പാത്തി റോളാക്കിയിട്ട് സ്നാക്സിനോ അല്ലെങ്കിൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അക്ഷയപാത്രവും കാലിയാക്കിയിട്ട് നമ്മൾ വേഗം റൂമിലോട്ട് പോയിട്ടോ. ഇനി അടുത്ത പണി മോളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവളെ പഠിപ്പിക്കാതിരിക്കുക. സൂപ്പർ കിഡിൻ്റെ കോൺടെസ്റ്റ് ഉണ്ട് ഈ വരുന്ന ശനിയാഴ്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ബുക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ പഠിപ്പിക്കാതെ വിട്ടാൽ ശരിയാവില്ല. ഈ സൂപ്പർ കിഡ് കോൺടെസ്റ്റിനെ കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബുക്കിൽ GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും കളേഴ്സും ഒക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയിൽ മോനെ ഉറങ്ങാനായിട്ട് ഏട്ടൻ കൊണ്ടുപോയി കെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് കിടക്കും. ഇച്ചിരി പേടിയുണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത്തിരി പേടിയാണ്. അപ്പോൾ ഇതാണ് ഇവൻ്റെ പുതിയ കൂട്ട്. ഇവൻ്റെ പേര് റോൺ എന്നാണ് കേട്ടോ. ഇത് ഒരു ബെഡ്റൂം ലൈറ്റാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ തോന്നുന്നു. ഇതിങ്ങനെ തൊടുമ്പോൾ കളറ് മാറി കത്തും. 3 or 4 അല്ല, ഒരു 5 or 6 ലൈറ്റുകളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. അത് 30 minutes ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ
30 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫാവും. അപ്പോൾ നമുക്ക് ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവർ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് തനിയെ ഓഫായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബെഡ്റൂം ലൈറ്റ് ഓഫാക്കാനോ അങ്ങനെ ഒന്നും നോക്കണ്ട. അത് ഇട്ട് കിടക്കണമെന്ന് അവനും വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഉറങ്ങണ സമയത്ത് ആ ലൈറ്റ് വേണം. ബാക്കി സമയം കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇവളെ പഠിപ്പിച്ചെടുത്തു. അപ്പോൾ ഏകദേശം ഒരു 10:10 ഇപ്പോൾ സമയം. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. പക്ഷേ തിരുവനന്തപുരം ഉറങ്ങിയിട്ടില്ല കേട്ടോ. മൊത്തം ലൈറ്റുകളാണ്, എല്ലാ ഫ്ലാറ്റിലും ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നൊരു ഇഷ്ടം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതുപോലെ റൂട്ടീൻ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.